വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഏത് സോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്നുള്ളത് മനസ്സിലാക്കാനാണ്. കാരണം ചെന്നൈ സോൺ അല്ലെ, ചെന്നൈ സോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം പിന്നെ നമുക്ക് വരുന്നത് നോക്കിയാൽ ചെന്നൈ അല്ലെ, ചെന്നൈക്ക് നമുക്ക് 43 വേക്കൻസി വരുന്നുണ്ട്. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. അപ്പൊ നമ്മുടെ RRBയുടെ നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് പോസ്റ്റിന്റെ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡൗട്ട് ഇതാണ്, ഏത് സോണിലേക്ക് അപ്ലൈ ചെയ്യണം അല്ലെ. സാധാരണ നമ്മൾ ബാക്കി നോർസെറ്റ് എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ സോണ് കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ എയിംസ് ചെയ്താൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, അതിനുശേഷം ആണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള എയിംസ് സെലക്ട് ചെയ്യുക. നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് അവിടെ പോസ്റ്റിംഗ് ലഭിക്കും അല്ലെ. അതേസമയം RRB അങ്ങനെയല്ല, നമ്മൾ സോൺ വൈസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശരിക്കും സേഫ് സോൺ ഏതാണ്, എവിടെ അപ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ, നമ്മളെ പരിഗണിക്കാൻ സാധ്യത ഏത് സോൺ ആയിരിക്കും നല്ലത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ സോൺ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഏത് സോണിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ RRB അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് സോണിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. സോ വേക്കൻസീസ് വന്നേക്കുന്നത് ഇതുപോലെയാണ്. നോക്കിയ ജമ്മു ശ്രീനഗറിൽ 11 വേക്കൻസീസ് ആണ്, മുസാഫർപൂരിൽ 10 വേക്കൻസീസ് ആണ്, അജ്മീറിൽ 3 വേക്കൻസി, അഹമ്മദാബാദ് 4 വേക്കൻസി, ഭോപ്പാല് 5 വേക്കൻസി, പട്ന ബീഹാർ 23 വേക്കൻസി, പ്രയാഗ്രാജ് UP 13 വേക്കൻസി, ഭുവനേശ്വർ 2 വേക്കൻസി, റാഞ്ചി 9 വേക്കൻസി, സിലിഗുഡി വെസ്റ്റ് ബംഗാൾ 10 വേക്കൻസി, ഗുവാഹട്ടി ആസാം 7 വേക്കൻസി, ബിലാസ്പൂർ 10 വേക്കൻസി, ഗോരഖ്പൂർ 7 വേക്കൻസി, മാൾഡ 5 വേക്കൻസി, കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ 56 വേക്കൻസി, സെക്കന്ദരാബാദ് 4 വേക്കൻസി, മുംബൈ 43 വേക്കൻസി, ബാംഗ്ലൂർ 5 വേക്കൻസി, ചെന്നൈ 43, ചണ്ഡീഗഡ് 2 കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് വേക്കൻസീസ് ഇപ്പൊ വന്നേക്കുന്നത് ഓരോ RRBക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഏത് സോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്നുള്ളത് മനസ്സിലാക്കാനാണ്. കാരണം ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് മലയാളികൾ ഇപ്പൊ ഡൽഹിയിൽ സെറ്റിൽ ആയിട്ടുള്ളവരുണ്ടാവും, ഈ മുംബൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവരൊക്കെ മുംബൈ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികളാണ്. അവർക്ക് നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഇല്ല എങ്കിൽ എപ്പോഴും മുംബൈ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഭുവനേശ്വറിൽ സെറ്റിൽ ആയിട്ടുള്ള മലയാളികൾ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഇല്ലെങ്കിൽ അവിടെ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെ. നോക്കി, അപ്പം നമുക്ക് കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രത്താണ് സാധാരണ വരിക. പക്ഷെ ട്രിവാൻഡ്രത്ത് ഇപ്രാവശ്യം വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രം കൺസിഡർ ചെയ്യേണ്ട. പിന്നെ നമുക്ക് വരുന്നത് നോക്കിയാൽ ചെന്നൈ അല്ലെ, ചെന്നൈക്ക് നമുക്ക് 43 വേക്കൻസി വരുന്നുണ്ട്, ബാംഗ്ലൂർക്ക് നമുക്ക് 5 വേക്കൻസീസ് വരുന്നുണ്ട്, പിന്നെ ഈ മുംബൈക്ക് നമുക്ക് 43 വേക്കൻസി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക അല്ലെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആന്ധ്രയൊക്കെ പറയാം. പക്ഷേ ആന്ധ്രയ്ക്ക് സെക്കന്ദരാബാദിൽ വേക്കൻസീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആന്ധ്രയിലുള്ളവർ മിക്കവാറും ഒക്കെ ഫോക്കസ് ചെയ്യുക സെക്കന്ദരാബാദ് ആയിരിക്കും. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ വരിക നമ്മുടെ മലയാളികൾ അല്ലെ, കേരള, തമിഴ്നാട്, കർണാടക മെയിൻലി നമുക്ക് ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ളത് ഈ 3 സ്റ്റേറ്റിലും ഉള്ള ആൾക്കാർ വഴിയായിരിക്കും നമുക്ക് കോമ്പറ്റീഷൻ വരിക. അപ്പം നമ്മൾ കേരളം അല്ലെ, ഇതാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പൊ കേരളത്തിലെ ആയിരിക്കുന്നില്ല, കേരളത്തിൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികൾക്ക് ചെന്നൈ സോൺ അല്ലെ, ചെന്നൈ സോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏരിയയിലേക്കുള്ളവർ അല്ലെങ്കിൽ മുകളിലേക്ക് നോർത്തേണിലോ ഈസ്റ്റേണിലോ ഒക്കെ ഉള്ള ആൾക്കാർ സൗത്തിലേക്ക് നമ്മുടെ ചെന്നൈയിലേക്കൊന്നും അന്ന് എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം കോമ്പറ്റീഷൻ താരതമ്യേന കുറവ് നമുക്ക് ഈ ഒരു സദേൺ സോണിൽ ചെന്നൈ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ സോണ് സെലക്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ സെലക്ട് ചെയ്യാനായിട്ട് ഓർക്കുക. അതായത് ചെന്നൈ RRB സെലക്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ വേക്കൻസീസ് ഒക്കെ ഉള്ളത്. കാരണം നമുക്ക് കുറച്ചുകൂടെ ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ അതായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു, അതായത് റെയിൽവേയുടെ സോൺ അനുസരിച്ചിട്ടുള്ള ഒരു മാപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നോക്കിക്കേ, 7ൽ വരുന്നത് സദേൺ സോൺ ആണ്, നമ്മളൊക്കെ വരുന്നത് സദേൺ സോണിലാണ് ബേസിക്കലി. അത് പിന്നെ കേരളം പിന്നെ തമിഴ്നാടും ഒക്കെ ചേർന്ന് വരുന്ന സദേൺ സോണിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ തന്നെ ചെന്നൈ RRB നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സേഫ് എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ രീതിയിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RRB എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ പരിശോധിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.